أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صرفنا للناس في هذا القرآن من كل مثل فأبى أكثر الناس إلا كفورا. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 911 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 89 മുതൽ 93 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സർറഫ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ ഫഅബാ അക്സറുൻ നാസി ഇല്ലാ കുഫൂറാ وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 89, 93, 89 മുതൽ 93 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളിൽ 5 ആയത്തുകൾ ആണ് ഇതുള്ളത്. ഈ 5 ആയത്തുകളിലായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു ആർഗ്യുമെന്റാണ്, ഒരൊറ്റ വിഷയം അതിന്റെ വ്യത്യസ്ത തലങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള വിധത്തിലാണ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് 5 ആയത്തുകൾ ഒരുമിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വെച്ചത്. ഈ ആയത്തുകളിലെ വിഷയം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു വന്ന ഭാഗത്ത് ഇന്നലെ വിശദീകരിച്ച ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കിയതായിട്ട് നമ്മൾ കണ്ടൊരു കാര്യം, വിശുദ്ധ ഖുർആന്റെ ആധികാരികത അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹിയാണ് എന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ഒരു സമൂഹത്തോട് അള്ളാഹു വളരെ പരസ്യമായ വിധത്തില് പറയുകയുണ്ടായത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ ഇപ്പോ കൊണ്ടുവന്നിട്ടുള്ള ഈ ദൈവിക വെളിപ്പാടുകൾ, അത് ദൈവിക വെളിപ്പാടുകളായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുഹമ്മദ് നബി സ്വന്തം നിലക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടു കൂടിയൊക്കെ
ചമച്ചുണ്ടാക്കിയതാണ് എന്നതായിരിക്കുമല്ലോ. അള്ളാഹു ഇതങ്ങ് പിൻവലിച്ചു എന്ന് വെക്കുക. അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഈ ദൈവിക വെളിപ്പാടുകളെ അള്ളാഹു അങ്ങ് കൊണ്ടുപോയി, എന്നിട്ടത് തിരിച്ചു തരുന്നില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആർക്ക് സാധിക്കും അത് തിരികെ കൊണ്ടുവരാൻ? അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പിടിച്ചു പറ്റാൻ, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിന് അത് വാങ്ങിക്കൊടുക്കാൻ ഒരു വക്കീലിനെ, ഒരു സഹായിയെ എവിടുന്ന് കിട്ടും എന്നാണ് അള്ളാഹു ചോദിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ കാരുണ്യവും കൃപയും ഔദാര്യവും ഒക്കെ കാരണമായിട്ട് മാത്രമാണ് ഇത് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി തുടർന്ന് അള്ളാഹു പറയുകയാണ്. പ്രവാചകരെ, താങ്കളുടെ മേലുള്ള അള്ളാഹുവിന്റെ ഔദാര്യം വളരെ മഹത്തരമായതാണ് എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അതിനെ തുടർന്ന് പറഞ്ഞൊരു കാര്യം, മനുഷ്യരും ജിന്നുകളും എല്ലാവരും തന്നെ ഐക്യപ്പെട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രയത്നിച്ചാൽ പോലും ഇതുപോലെയുള്ള ഒരു വെളിപാടിന്റെ ഗ്രന്ഥം അവർക്കുണ്ടാക്കി കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ്. അവർ പരസ്പരം വളരെയേറെ സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ പോലും സാധ്യമല്ല എന്നാണ് അള്ളാഹു പറയുകയുണ്ടായത്. അപ്പോ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം നിലക്കുള്ള സംസാരമോ അദ്ദേഹത്തിന്റെ ഒരു ആഖ്യാനമോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ സർഗാത്മകമായ ഒരു രചനയല്ല അത്. അള്ളാഹു മനുഷ്യ സമൂഹത്തിനുള്ള മാർഗദർശനമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന സംഗതികളാണ്. അത് അള്ളാഹു അങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമുഖത്ത് മനുഷ്യരെ ഇരുട്ടിൽ തപ്പുക എന്നല്ലാതെ അതുപോലെ ഒന്ന് കൊണ്ടുകൊടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മനുഷ്യരും ജിന്നുകളും കൈകോർത്ത് നിന്നാൽ പോലും അത് സാധ്യമല്ല എന്നതാണ് ഇവിടെ അള്ളാഹു മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആശയം. അതിനെ തുടർന്നാണ് വിശുദ്ധ ഖുർആൻ പോരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവിക വെളിപ്പാടുകൾ പോരാ, തങ്ങൾക്ക് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ വേറെ ചില അമാനുഷികതയുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെടണം എന്ന് ശഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹം, അവരെ കേൾപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് തുടർന്നു വരുന്നത്. യഥാർത്ഥത്തില് ഈ സൂറത്തിന്റെ ഏകദേശം മധ്യത്തില് 50-ാമത്തെയോ 56-ാമത്തെയോ മറ്റോ ആയത്തായിട്ട് വരുന്ന ഒരു ഭാഗത്ത് 59-ാമത്തെ ആയത്തില് അള്ളാഹു ഈ ചോദ്യത്തിന് ഒരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. ഒമാ മനാന അൻ നുർസില ബിൽ ആയാത്തി എന്ന് തുടങ്ങുന്ന 59-ാമത്തെ ആയത്തില് ആയാത്തുകൾ ഇവർ ചോദിക്കുന്ന മുറക്ക് നാം അങ്ങ് നൽകാതിരിക്കുന്നത് ചില കാരണങ്ങളാലാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് വെച്ചാൽ, ഇത് സംബന്ധമായിട്ടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമം എന്ന് വെച്ചാൽ, അത് ഇവരാവശ്യപ്പെട്ട പ്രകാരം അള്ളാഹു എങ്ങാനും അവർക്ക് ഒരു ദൃഷ്ടാന്തം, അവരാവശ്യപ്പെട്ട അമാനുഷികതയുള്ള ദൃഷ്ടാന്തം കാണിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ കാര്യത്തില് അള്ളാഹു കാത്തു നിൽക്കുകയില്ല, അവർക്ക് സമയം അനുവദിച്ചു കൊടുക്കുകയില്ല. അതോടുകൂടി തീരുമാനമാകും. ഒന്നുകിൽ അവർ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നവരായി മാറുക, അതല്ലെങ്കിൽ ഈ ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടതിന് ശേഷം അവര് ദൈവിക നടപടിക്കിരയായി നശിപ്പിക്കപ്പെടുക എന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. അങ്ങനെ ഒരു കാര്യം അള്ളാഹു തീരുമാനിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് അള്ളാഹു ഇവര് ചോദിക്കുന്ന മുറക്ക് പല അത്ഭുത വിദ്യകളും അല്ലെങ്കിൽ അത്ഭുത ദൃഷ്ടാന്തങ്ങളും ഒക്കെ കാണിക്കാത്തത് എന്നതാണ് അവിടെ നൽകിയ വിശദീകരണം. വമാ മനാന അൻ നുർസില ബിൽ ആയാത്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്തിൽ അത് യഥാർത്ഥത്തിൽ മക്കയിലെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന അത്തരം അമാനുഷികതകൾ അടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാത്തത് എന്ത് എന്നതിനുള്ള ഉത്തരം അവിടെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് നമ്മൾ വായിച്ച 5 ആയത്തുകളിലായിട്ട് അള്ളാഹു മറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ട് അതേ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുകയാണ്. നേരത്തെ നൽകിയത് ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലുള്ള ഉത്തരമാണെങ്കിൽ,
മറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ട് അതേ ചോദ്യത്തിന് ഉത്തരം നൽകപ്പെടുകയാണ് ഇവിടെ. നമുക്ക് ഈ ആയത്തുകളൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. വലഖദ് സ്വറഫ്ന ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. മനുഷ്യർക്കായിട്ട് നാം ഈ ഖുർആനിൽ വിവിധങ്ങളായ ഉപമകളും ഉദാഹരണങ്ങളും വിവരിച്ചിട്ടുണ്ട്. വലഖദ് സ്വറഫ്ന, നിശ്ചയമായിട്ട് നാം വിവരിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലിന്നാസി, ജനങ്ങളുടെ പ്രയോജനത്തിനായിട്ട്, ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ മിൻ കുല്ലി മസൽ, സകലവിധ എല്ലാ വിധത്തിലുമുള്ള അല്ലെങ്കിൽ വിവിധ സ്വഭാവത്തിലുള്ളതായ ഉപമകൾ, അംസാലുകൾ എന്ന് പറഞ്ഞ ഉദാഹരണങ്ങളാകാം, ഉപമകളൊക്കെ ആവാം. പാരബിൾസ് പലതും ഉപയോഗിച്ചുകൊണ്ട് നാം കാര്യങ്ങള് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഈ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ അന്വേഷണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശയക്കുഴപ്പവും അവശേഷിക്കാത്ത വിധത്തിൽ കാര്യങ്ങള് വേണ്ട വിധം ഉപമകളും അതുപോലെ വിശദാംശങ്ങളും ഒക്കെ അടങ്ങിയ വിധത്തിൽ ഈ ഖുർആനിൽ നാം കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. ഉപമകൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വിഷയം വിശദീകരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കൂടുതൽ വ്യക്തതയുള്ളതാക്കാൻ വേണ്ടിയാണ് അംസാലുകൾ ഉപയോഗിക്കുക. അംസാലുകൾക്കായിട്ട് ആരും ഒരു രചന നടത്താറില്ല. ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഔട്ട്പുട്ട് വെറുതെ ഉപമകള്, അലങ്കാരങ്ങള് അങ്ങനെ ഉള്ളതിനു വേണ്ടി ചെയ്യാറില്ല. എല്ലായ്പ്പോഴും തന്നെ അംസാലുകൾ, പാരബിൾസ് ഒക്കെ ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് സാഹിത്യത്തിൽ ഉപയോഗിക്കാറുള്ളത് ഒരു ആശയത്തെ കൂടുതൽ വ്യക്തതയുള്ളതാക്കി മാറ്റുന്നതിനും അതിന്റെ ആ വിവരണം കൂടുതൽ ആകർഷകമാക്കുന്നതിനും അത് കൂടുതൽ മനസ്സിൽ തട്ടുന്നതും മനസ്സിൽ ദീർഘകാലം തങ്ങുന്നതുമായി അതിനെ നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയാണ്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്ന ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ തെളിമയുള്ളതാക്കി തരുന്നതിന് വേണ്ടി സകല വിധത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ഉപമകളും അതുപോലെ പാരബിൾസും ഒക്കെ തന്നെ നാം ഈ ഖുർആനിൽ നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അത് ധാരാളം മതി. ഈ ഉപമകള്, ഈ വിവരണങ്ങള് അതിന് പിൻബലം ആയിട്ടുള്ള ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിനുള്ള പിൻബലമായി അതിനെ കൂടുതൽ വ്യക്തതയുള്ളതാക്കുന്ന വിധത്തിലുള്ള അംസാലുകള് നാം ആവശ്യത്തിന് ഈ ഖുർആനിൽ നൽകിയിട്ടുണ്ട്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ധാരാളം മതിയായതാണ് എന്നതാണ് സൂചന. അബാ അക്സറുന്നാസി ഇല്ലാ കുഫൂറ. എന്നാൽ അധിക മനുഷ്യർക്കും അത് ഒരു സത്യനിഷേധത്തിന് അല്ലാതെ അവരെ പ്രേരിപ്പിച്ചിട്ടില്ല. അവര് വിസമ്മതിക്കുകയാണ്. സത്യനിഷേധം കാണിക്കാനല്ലാതെ മറ്റൊന്നിനും അവർ കൂട്ടാക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ആളുകളും അധിക പേരും ഇത് കാരണമായി കുഫൂറിന്റെ ആളുകളായി മാറി എന്നതാണ് ഉണ്ടായിരിക്കുന്ന അവസ്ഥ. അതല്ലാത്ത മറ്റൊന്നിനും അവർ സന്നദ്ധരാവാതിരിക്കുകയാണ്. അബ എന്ന് പറഞ്ഞാൽ നിരസിച്ചു അല്ലെങ്കിൽ വിസമ്മതിച്ചു എന്നൊക്കെയാണ് അർത്ഥം. കുഫൂർ അല്ലാത്ത മറ്റെന്തിനും അവര് വിസമ്മതിക്കുന്നവരായി മാറി. സത്യത്തെ നിഷേധിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുക എന്ന ഒരു സംഗതിയല്ലാത്ത മറ്റൊരു നിലപാടും അവര് സമ്മതമുള്ളവരായി മാറിയില്ല. മറ്റൊരു നിലപാടിനും അവര് സന്നദ്ധരായില്ല. ആളുകളിൽ അധിക പേരും നിഷേധികളായി മാറി എന്നതാണ് അതിന്റെ നിലവിലുള്ള ചിത്രം, അതുകൊണ്ടുള്ള ഫലം. കാലു, എന്നിട്ട് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. സകല മസലുകളും അംസാലുകളും ഉപയോഗിച്ച് അള്ളാഹു കാര്യങ്ങള് ഇതിൽ തസ്രീഫ് ചെയ്തിട്ടുണ്ട്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് ഏറ്റവും ഫലപ്രദമായ ഏറ്റവും അനുയോജ്യമായ ഉപമകളെയും അതുപോലെ വിവരണ രീതികളെയൊക്കെ അള്ളാഹു അവലംബിച്ചുകൊണ്ട് ഖുർആനിൽ ഇവിടെ കാര്യങ്ങള് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നിഷേധമാണ് അവരിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അവരിൽ നിന്ന് ഉളവായിട്ടുള്ള പ്രതികരണം കുഫ്റാണ്, സത്യനിഷേധം എന്നതാണ്. എന്നിട്ട് അവര്
ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അമാനുഷികമായ ചില ചെയ്തികള് അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളൊക്കെ കാണിക്കണം. മുഹമ്മദ് നബി സത്യസന്ധനായിട്ടാണ് ഈ കാര്യം നിർവഹിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതനായിട്ടാണ് അവരുടെ മുന്നിൽ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അവർ അംഗീകരിക്കണമെങ്കിൽ അവരെ വിസ്മയിപ്പിക്കുന്ന ചില അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചേ പറ്റൂ എന്നതാണ് അവരുടെ നിലപാട്. ആ നിലപാട് കാണിച്ചുകൊണ്ട് അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഖാലു, അവര് പറയുകയാണ്. അവര് ഈ പറയുന്നതിൽ വ്യക്തമാക്കുന്നത് അവരുടെ ഈ നിലപാടാണ്. എന്ന് പറഞ്ഞാൽ അവര് അടിസ്ഥാനപരമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കേണ്ട യാതൊരു ന്യായവും ഉണ്ടായിരുന്നില്ല. 40 വയസ്സുവരെ അവർക്കിടയിൽ ജീവിച്ചിരുന്ന സർവസമ്മതനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യമോ അല്ലെങ്കിൽ സത്യസന്ധതയില്ലാത്ത ഒരു കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് അവര് തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടിപ്പോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ഖുർആന്റെ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അത് തെളിമയോടുകൂടി കാര്യങ്ങളെ പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനും സ്വാഭാവിക യുക്തിയിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് താനും. എന്നാൽ ഇതൊന്നും അവർക്ക് മതിയായതല്ല. അവര് അവിശ്വാസം അവരുടെ മനസ്സിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ചില അടിസ്ഥാനരഹിതമായ ന്യായങ്ങള് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില തർക്കങ്ങൾ, അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ചില സംഗതി നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ പോലും അത് സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമല്ലെങ്കിൽ ചില ന്യായങ്ങള് അല്ലെങ്കിൽ ചില മറുവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ അതിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രകൃതമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. അങ്ങനെ ഇവര് പറയുന്നത് ലൻ നുഅ്മിനലക വഖാലു, അവര് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ലൻ നുഅ്മിനലക ഹത്താ തഫ്ജുറ ലന മിനൽ അർളി യംബൂഅ, ഞങ്ങൾക്ക് അത്ഭുത വിദ്യകൾ കാണിക്കപ്പെടണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. എങ്ങനെയാണ്? ഒരു ഉദാഹരണം അവർ പറയുന്നത്, ലൻ നുഅ്മിനലക, ഞങ്ങൾ ഒരിക്കലും തന്നെ മുഹമ്മദെ നിന്നെ വിശ്വസിക്കില്ല. നീ അള്ളാഹുവിന്റെ ദൂതനാണ്, ഈ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക വെളിപാടുകളാണ് എന്നതൊന്നും ഞങ്ങൾ അങ്ങ് സ്വീകരിക്കൂല. ഏതുവരെ? ഹത്താ തഫ്ജുറ ലന മിനൽ അർളി യംബൂഅ, ഭൂമിയെ അങ്ങ് പിളർത്തിയിട്ട് അതിൽ നിന്ന് ഒരു ഉറവ വരുന്നത് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. നീ ഒന്ന് ഉദാഹരണത്തിന്, നീ ഇപ്പൊ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന അവസ്ഥയിൽ നീ ഒരു ഭാഗത്തേക്ക്, ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് ഒന്ന് വിരൽ ചൂണ്ടുക, അല്ലെങ്കിൽ ഒരു വടി കൊണ്ട് ഒന്ന് പോയിന്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നോക്കി നിൽക്കെ അങ്ങോട്ട് ജലം ഭൂമിയുടെ ഉപരിതലം അങ്ങ് പൊട്ടി അടർന്നിട്ട് അവിടുന്ന് ഒരു ഉറവ ഇങ്ങ് പൊട്ടി പുറപ്പെട്ടു വരണം. ആ വിധത്തിൽ ഒരു അത്ഭുതം നീ കാണിക്കണം. അങ്ങനെ കാണിച്ചാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. യംബൂ എന്ന് പറഞ്ഞാൽ ഉറവയാണ്. അപ്പോ നീ ഹത്താ തഫ്ജുറ ലന, നീ ഞങ്ങൾക്ക് ഭൂമിയെ പിളർത്തിക്കൊണ്ട് ഒരു യംബൂ, ഒരു ഉറവ അങ്ങനെ ഭൂമി പിളർന്നു വരുന്നത് അങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരണം. ആ വിധത്തില് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വിള്ളലോ ഒരു ഗ്യാപ്പോ ഒക്കെ ഉണ്ടായിട്ട് രൂപപ്പെട്ടിട്ട് നിന്റെ ഒരുപക്ഷെ നീ വിരല് ചൂണ്ടിയിട്ടോ നീ കണ്ണുകൾ പതിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു വടിയോ മറ്റോ എടുത്ത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കാണിച്ചുകൊണ്ടോ ഒക്കെ ഒരു ഉറവ അങ്ങ് പൊട്ടി വരുന്നത് നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അതുവരെ ഞങ്ങൾ വിശ്വസിക്കൂല എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ അവർ പറയുന്ന മറ്റൊരു സംഗതി, ഔ തഖൂനലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കെ നീ ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു അത്ഭുതകരമായ രീതിയിൽ നീ ഞങ്ങൾക്ക് നിനക്കൊരു തോട്ടമുള്ളത് കാണിച്ചു തരണം. നിനക്കൊരു തോട്ടം ഉണ്ടാവണം. അത് നഖീലും ഇനബും ഒക്കെയുള്ള ഈത്തപ്പനകളും മുന്തിരിവള്ളികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയുടെ ഒരു അടയാളപ്പെടുത്തലായിക്കൊണ്ടുള്ള ഒരു തോട്ടം നീ ഞങ്ങൾക്ക് നിനക്കുള്ളതായിട്ട് കാണിച്ചു തരണം. ഔ തഖൂനലക ജന്നത്തുൻ മിൻ നഖീലിൻ വഇനബിൻ, ഇവിടെ നിനക്കൊരു തോട്ടം ഉണ്ടാകണം എന്നൊരു ലളിതമായ വായന അല്ല ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ ഒരു അത്ഭുതമൊന്നും അതിൽ അടങ്ങിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഈത്തപ്പനയും അതുപോലെ മുന്തിരിവള്ളികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം ഉടമപ്പെടുത്താൻ കഴിഞ്ഞു എന്ന
ഒരു സംഗതിയല്ല അവർ ആവശ്യപ്പെടുന്നത് എന്നത് വ്യക്തമാണ്. അവരിങ്ങനെ നോക്കി നിൽക്കെ പെട്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത കൃത്യം കാണിക്കുന്ന വിധത്തില് പെട്ടെന്ന് അവിടെ ഒരു തോട്ടം, അത് ഈത്തപ്പനയും മുന്തിരിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിവള്ളികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം അങ്ങനെ പെട്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം, മുഹമ്മദ് നബിക്കുള്ളതായിട്ട്. മുഹമ്മദ് നബി സ്വന്തമാക്കിയ ഉണ്ടാക്കിയ വിധത്തില് അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു നിലവിൽ വന്ന ഒരു ഈത്തപ്പനയുടെയും മുന്തിരിവള്ളികളുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു തോട്ടം അത് നീ നമുക്ക് കാണിച്ചു തരാം. മാത്രമല്ല എന്നിട്ട് അവയ്ക്കിടയിലൂടെ, ഈ ഈത്തപ്പനയുടെയും മുന്തിരിവള്ളികളുടെയും ഒക്കെ ഇടയിലൂടെ അങ്ങനെ ഒഴുകുന്ന, സമൃദ്ധമായിട്ട് ഒഴുകുന്ന അരുവിയും അല്ലെങ്കിൽ അരുവികളും അതില് അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു വരികയുമാണ്. മരുഭൂമിയിലെ മക്കയിലെ ആ അവസ്ഥയിലാണ് ഇവരുടെ ഈ ഇങ്ങനെയുള്ള അത്ഭുത കൃത്യങ്ങൾ കാണിക്കണം എന്ന് അവരാവശ്യപ്പെടുന്നത്. അത് മറ്റു പലയിടങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ സമയമെടുത്തുകൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കല് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മക്കയിലെ ആ ഭൂമിശാസ്ത്രവും ആ കാലാവസ്ഥയും ഒക്കെ നിലനിൽക്കുന്ന അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്വപ്നതുല്യമായ ഒരു സംഗതിയായിട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടാകാം. പക്ഷെ അതുമല്ല, ആ പരിസരത്ത് വളരെ അകലെയൊന്നും അല്ലാത്ത ഇടങ്ങളിൽ ഇത്തരം തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. മക്കയിൽ നിന്ന് ഒരുപാട് അകലെയൊന്നും അല്ലാത്ത സ്ഥലങ്ങളില് തോട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഈ ഈത്തപ്പനയുടെയും മുന്തിരിവള്ളികളുടെയും. അപ്പോ അങ്ങനെയുള്ള തോട്ടം ഉണ്ടാവുക എന്നതല്ല, അവര് നോക്കി നിൽക്കെ മുഹമ്മദ് നബി ഒരു അത്ഭുതം കാണിക്കുന്ന വിധത്തില് ഈത്തപ്പനയുടെയും മുന്തിരിവള്ളികളുടെയും തോട്ടം അവിടെ പ്രത്യക്ഷമാക്കുക, എന്നിട്ട് അവയ്ക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്ന ഒരു കാഴ്ച, അത് വളരെ അബണ്ടന്റ് ആയിട്ട് വളരെ സമൃദ്ധമായിട്ട് ജലം ഒഴുകുന്ന അരുവികൾ അവയ്ക്കിടയിലൂടെ അങ്ങനെ ഒഴുകി നടക്കുന്ന വിധത്തിലുള്ള ഒരു തോട്ടം നിനക്ക് സ്വന്തമായി ഉണ്ടാക്കി കാണിച്ചു തരണം. അത് കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അതാണ് അവരുടെ മറ്റൊരു വാദം, അല്ലെങ്കിൽ മറ്റൊരു കാര്യം അവര് ആവശ്യപ്പെട്ടത്. ഇനി അതല്ലെങ്കിൽ, ഈ നേരത്തെയൊക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ, അള്ളാഹുവിന്റെ ഈ വിളിക്കുത്തരം ചെയ്യാതെ നിലകൊള്ളുന്ന, അള്ളാഹുവിന്റെ ദൂതനെ അവിശ്വസിക്കുകയും അദ്ദേഹത്തോട് അക്രമങ്ങൾ ചെയ്യാൻ മുതിരുകയൊക്കെ ചെയ്യുന്ന അത്തരം സമൂഹങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ പതിക്കും. അത് ആകാശം അടർന്നു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്ന് വരും എന്നൊക്കെയുള്ള വിധത്തിലുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പൊ ഇവര് ആവശ്യപ്പെടുന്നു, അതല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ അവിശ്വസിച്ചതിന്റെ പേരിൽ നീ ഞങ്ങളെ മേൽ കിസഫ, ആകാശത്തെ കഷ്ണങ്ങളായിട്ട് ഞങ്ങളുടെ മേൽ പതിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. നീ നേരത്തെ അങ്ങനെ അവകാശപ്പെട്ടതാണല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ള നിലയ്ക്ക്. അപ്പൊ ആ വിധത്തിലുള്ള നീ അവകാശപ്പെട്ട പോലെയുള്ള ആകാശം കഷ്ണങ്ങളായി ഞങ്ങളുടെ മേൽ പതിക്കുന്ന ഒരവസ്ഥ നീ കാണിക്കണം. അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇതും അല്ലെങ്കിൽ മറ്റൊരു സംഗതി അവർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കുകയോ വിളിക്കുകയോ ഒരു വിസിലടിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങളുടെ കൺമുന്നില് അള്ളാഹുവും അവന്റെ മാലാഖമാരും പ്രത്യക്ഷപ്പെടണം. ആ വിധത്തിൽ നീ കാണിക്കണം. നീ കൊണ്ടുവരണം ബില്ലാഹി വൽ മലായിക്കത്തി, അള്ളാഹുവിനെയും അവന്റെ മലക്കുകളെയും ഞങ്ങളുടെ കബീലായിട്ട്, ഞങ്ങളുടെ മുന്നിലായിട്ട്, ഞങ്ങളുടെ കൺമുന്നിലായിട്ട് പ്രത്യക്ഷപ്പെടുത്തണം. അങ്ങനെ നീ ഒരു അത്ഭുതം കാണിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടായാലേ ഞങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔ യഖൂനലക ബൈത്തുൻ മിൻ സുഖ്റുഫിൻ, അതല്ലെങ്കിൽ വേറെ ഒന്ന് പറയാം. ഇതാണ് അവർ പറയുന്ന ഒരു കാര്യം. വളരെ ആകർഷകമായ, ഒരുപക്ഷെ വളരെ മനോഹരമായ ഒരു വിവരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കയിലെ ആളുകളുടെ ഏറ്റവും ബാലിശമായ ചിന്തകൾ ആണ് നമുക്ക് അള്ളാഹുവിടെ ഈ വളരെ മനോഹരമായ ഈ വിവരണത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അവര് പറഞ്ഞ മറ്റൊരു കാര്യം, ഔ യഖൂനലക ബൈത്തുൻ മിൻ സുഖ്റുഫിൻ, അതല്ലെങ്കിൽ കനകം കൊണ്ടുള്ള, സ്വർണം കൊണ്ടുള്ള
ആഭരണങ്ങളെ പോലെ തിളക്കമുള്ള ഒരു വീട്, ഒരു ഭവനം നിനക്കായിട്ട് ഉണ്ടാക്കാൻ കഴിയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവരൊക്കെ നോക്കി നിൽക്കുക പറയാണ്, സ്വർണത്തിന്റെ ഒരു വീട് എനിക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തില് സ്വർണത്തിളക്കമുള്ള കനക ഭവനം അവരുടെ മുന്നില് ഒരു കനക ഭവനം പ്രത്യക്ഷപ്പെടണം. ഇതാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം. ഔ യഖൂന ലക ബൈത്തുൻ മിൻ സുഖ്റുഫിൻ, ആഭരണങ്ങളെ പോലെ തിളക്കമുള്ള സ്വർണം കൊണ്ട് ഉള്ള ഒരു വീട് നിനക്ക് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റണം. ഔ തർഖാ ഫിസ് സമാഇ, അതല്ലെങ്കിൽ നീ ആകാശത്തിലോട്ട് അങ്ങനെ ആരോഹണം ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റണം. ഔ തർഖാ ഫിസ് സമാ, നീ ആകാശത്തിലോട്ട് കയറി പോകുന്ന ഒരു കാഴ്ച. വലൻ നുഅ്മിന ലിറു വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഉഹു. എന്നിട്ട് പറയുന്നത് നീ ആകാശത്തിലേക്ക് അങ്ങനെ, ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള വിഷയം തന്നെ അതാണല്ലോ, മെഹ്റാജാണ്. മെഹ്റാജ് നടന്നത്, ഇസ്രാവും മെഹ്റാജും പരാമർശിക്കപ്പെട്ടു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ. മെഹ്റാജ് നടന്നത് അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പോ അവരാവശ്യപ്പെടുന്നത് നീ ആകാശത്തിലേക്ക് എങ്ങനെയാണ് കയറിപ്പോയ ഒരു കാര്യം, അത് നീ കയറിപ്പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റണം എന്നതാണ്. അപ്പൊ നീ പെട്ടെന്ന് ഞങ്ങളൊക്കെ നോക്കി നിൽക്കേ, നീ ആകാശത്തിലേക്ക് അങ്ങ് ആരോഹണം ചെയ്തു പോകുന്നത് ഞങ്ങൾക്ക് കാണാം. അതാണ് ഒരു കാര്യം. എന്നാ ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഏതുവരെ? ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഉഹു, നീ ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു എഴുത്ത്, ഒരു കുറിമാനം ഇങ്ങനെ ഇറക്കി കൊണ്ടുവരണം. ആകാശത്തിലേക്ക് നീ കയറിപ്പോയതിനു ശേഷം നീ ഒരു കുറിപ്പുമായിട്ട് വരണം, ഒരു കിതാബുമായിട്ട്. അള്ളാന്റെ അടുക്കൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വരണം എന്നാണ് ഇവർ പറയുന്നതിന്റെ ചുരുക്കം. ഇതാ ഞാൻ ഇങ്ങനെ ഒരാളെ അയച്ചിട്ടുണ്ട്, നിങ്ങളിലേക്കുള്ള ഒരു പ്രവാചകനായിട്ട്, എന്റെ സന്ദേശവാഹകനായിട്ട് ഒരാളെ അയച്ചിട്ടുണ്ട് എന്ന് എഴുതി അള്ളാഹു ഒപ്പിട്ട ഒരു കടലാസുമായിട്ട് വരണം എന്നാണ് ഇവർ പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ അങ്ങനെ വന്നാലല്ലാതെ നീ ആകാശത്തിലേക്ക് പെട്ടെന്ന് ഞങ്ങൾ നോക്കി നിൽക്കെ അങ്ങനാണ്ട് കയറി പോവുക, എന്നിട്ട് നീ ഒരു കുറിപ്പുമായിട്ട് ഇങ്ങോട്ട് വരിക, ഒരു കിതാബുമായിട്ട് ഇങ്ങോട്ട് വരിക, അത് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കിതാബായിരിക്കണം. ആ വിധത്തില് ഒരു കിതാബ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കിതാബുണ്ട്. അതങ്ങനെ എഴുതി കടലാസില് ലിഖിത രൂപത്തില് അയക്കപ്പെട്ടതല്ല. അത് ദൈവിക വെളിപ്പാടുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് എത്തിക്കപ്പെട്ടതാണ്. അതുപോരാ, ഈ കയറിപ്പോവും, ആകാശത്തിലോട്ട് അങ്ങ് കയറിപ്പോവും, എന്നിട്ട് ഒരു കുറിപ്പുമായിട്ട് വാ, ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കുറിപ്പായിരിക്കണം അത്. അപ്പോ ഇതാണ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ഇവര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ, അത്ഭുത വിദ്യകൾ കാണിക്കണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അള്ളാഹു അത് വളരെ ആകർഷകമായ ഒരു ശൈലിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, ഏറ്റവും ശ്രദ്ധേയമായ, മനസ്സിൽ തങ്ങുന്ന വിധത്തിലുള്ള ഒരു ഭാഷയിൽ. എന്നിട്ട് ഇതിനോട് മറുപടിയായിട്ട് പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുകയാണ്. ഖുൽ, പ്രവാചകരെ പറഞ്ഞോളൂ, സുബ്ഹാന റബ്ബി, പരിശുദ്ധനാണ് എന്റെ നാഥൻ. എന്റെ നാഥൻ യാതൊരു പോരായികയുള്ളവനല്ല, എല്ലാം തികഞ്ഞവനാണ് എന്റെ റബ്ബ്. സുബ്ഹാൻ എന്ന് പറഞ്ഞാല് പരിശുദ്ധനാണ് എന്ന് പറയുന്നതിന്റെ ഒരു സൂചന തികവുള്ളവൻ എന്നതാണ്, ഒരു പോരായികയില്ലാത്തവൻ എന്നതാണ് എന്റെ ഒരർത്ഥം. തികവാർന്നവൻ, തികവുള്ളവൻ, എല്ലാം തികഞ്ഞവൻ, ഒരു പോരായികയും എടുത്തു പറയാൻ പറ്റാത്ത വിധത്തില് ന്യൂനതയില്ലാത്തവൻ എന്നാണ് എന്റെ സൂചന. അപ്പൊ സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എല്ലാം തികഞ്ഞവനാണ്, പൂർണ്ണതയുള്ളവനാണ്, പരിശുദ്ധനാണ്. അവന്റെ പേരിൽ ഒരു ഇല്ലായികയും പോരായികയും ആർക്കും പറയാൻ പറ്റൂല. വേറെ വല്ലതുമാണ്? എന്താ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്, ഞാൻ അല്ല. അമാനുഷികമായ കൃത്യങ്ങൾ കാണിക്കാൻ കഴിവുള്ളവനല്ല ഞാൻ.
ഞാന് ഒരു ദൂതൻ മാത്രമാണ്, ഒരു മനുഷ്യനായ ദൂതൻ മാത്രമാണ്. അതല്ലാത്ത വേറെ വല്ലതുമാണോ ഞാൻ നിങ്ങൾ എന്നോട് ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നാണ് ഈ അവസാനത്തിൽ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.